നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്ലോബൽ ന്യൂസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള വാർത്തയാണ്. അമേരിക്കയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ വളരെ ശക്തമായതിനു ശേഷം ഏതാണ്ട് 10 മില്യണോളം ആളുകൾ, ക്രിസ്ത്യൻസ്, അവർക്ക് അമേരിക്ക വിട്ടു പോകേണ്ടി വരുന്നു എന്നുള്ള ഒരു വലിയ വാർത്തയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയിലെ ലാറ്റിൻ അമേരിക്കൻ ചർച്ചുകളുടെ ഇടയിലുണ്ടാക്കിയ ഒരു ഭയത്തെക്കുറിച്ചാണ് നമ്മുടെ വാർത്തയിൽ നമ്മൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലെ ലാറ്റിൻ അമേരിക്കൻ കോൺഗ്രിഗേഷൻസ്, അതായത് സ്പാനിഷ് ചർച്ചുകൾ വലിയ ഭയത്തിൻ്റെ നിഴലിലാണെന്നും അമേരിക്കയിലെ തന്നെ അങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ ചർച്ചുകളുടെ ഒരു സംയുക്ത ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ 4000-ഓളം ചർച്ചുകൾ, അമേരിക്കയിലുള്ള ലാറ്റിൻ അമേരിക്കൻ ലാറ്റിനോ ക്രിസ്ത്യൻ നാഷണൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ ചർച്ചുകളുടെ ഒരു സംയുക്ത സംഘടന, അതിൻ്റെ ലീഡറായിരിക്കുന്ന പാസ്റ്റർ കാർലോസ് മലാവെ, അദ്ദേഹം തൻ്റെ കൺസേൺസ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്പാനിഷായിട്ടുള്ള ആളുകൾ, ലാറ്റിൻ അമേരിക്കക്കാരായ ആളുകൾ ഗ്യാദർ ചെയ്യുന്ന സഭകളിൽ റെയ്ഡ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇനിയുമുള്ള മീറ്റിങ്ങുകൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മീറ്റിങ്ങുകൾ, അതായത് ബൈബിൾ സ്റ്റഡിയും മറ്റും അതുപോലെയുള്ള മീറ്റിങ്ങുകൾ ഓൺലൈൻ ആക്കുവാൻ ഉള്ള ഒരു പ്ലാനിലാണെന്ന് ഈ പറഞ്ഞ പാസ്റ്റർ കാർലോസ് പറവാനിടയായി തീർന്നു. ലാറ്റിൻ അമേരിക്കൻ ചർച്ചുകളിൽ പ്രത്യേകിച്ചും സ്പാനിഷുകാരായിട്ടുള്ള ആളുകൾ പലരും അങ്ങനെ പ്രോപ്പർ രേഖകളില്ലാതെ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരുണ്ട്. അവർ ഒരു കൂട്ടം ആളുകൾ റോമൻ കാത്തലിക്സ് ഒക്കെ ആയിരുന്നു. എന്നാൽ അമേരിക്കയിൽ വന്ന ശേഷം പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനിറ്റിയിലേക്ക്, ഇവാഞ്ചലിക്കൽ ചർച്ചുകളിലേക്ക് ആകർഷിതരായി അങ്ങനെ ഇവാഞ്ചലിക്കൽ ചർച്ചുകളിൽ അറ്റൻഡ് ചെയ്യുന്നവരാണ്. കഴിഞ്ഞ ജനുവരി മാസം വരെയുള്ള അമേരിക്കയുടെ നിയമം അനുസരിച്ച് ചർച്ചിലോ ആശുപത്രികളിലോ സ്കൂളുകളിലോ റെയ്ഡ് നടത്തുവാൻ പാടില്ല എന്നായിരുന്നു നേരത്തെയുള്ള നിയമം. എന്നാൽ കഴിഞ്ഞ ജനുവരി മാസത്തോടുകൂടി ആ നിയമത്തിന് മാറ്റം കൊണ്ടുവന്നു. അതിനുശേഷം ഇനിയും ചർച്ചുകളിലും വേണമെങ്കിൽ റെയ്ഡ് നടത്താമെന്നുള്ള ഒരു നിലയിലാണ് കോടതി മുഖാന്തരം ആ ഒരു നിയമത്തെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു വിധി വരുന്നതെന്ന് അറിയില്ല. എന്തായാലും അമേരിക്കയിലുള്ള ലാറ്റിനോ ചർച്ചുകൾ, അവരുടെ നേതൃത്വം വളരെ ഭയത്തിൻ്റെ നിഴലിലാണ്. 12-ൽ ഒരാൾ വെച്ച്, അതായത് 12 പേര് ഉള്ളതിൽ ഒരാൾ വെച്ച് അങ്ങനെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതുകൊണ്ട് പുറത്താകുവാൻ സാധ്യതയുള്ളവരാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അമേരിക്കയിലെ മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ ചർച്ചുകളുടെ സംഘടനയുടെ നേതാവ്, പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ഷാമുവേൽ റോഡ്രിഗോസ്, അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് വൈറ്റ് ഹൗസുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം പലപ്പോഴും വൈറ്റ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫെയ്ത്ത് റിലേറ്റഡ് കാര്യങ്ങളിൽ ഒപ്പീനിയൻ പറയാൻ വേണ്ടി. അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തവർ മാത്രം ഭയന്നാൽ മതി, അല്ലാത്തവർക്ക് ഭയപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരാധന ആലയങ്ങൾ ഒഴിവാക്കുകയോ മീറ്റിങ്ങുകൾ ഓൺലൈൻ ആക്കുകയോ ഒന്നും ചെയ്യേണ്ട, ഇൻ പേഴ്സൺ ആളുകൾ നേരിട്ട് സഭയിൽ അറ്റൻഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് അദ്ദേഹം പറയുന്നു. എന്താണെങ്കിലും പല സ്പാനിഷ് ലാറ്റിനോ പാസ്റ്റേഴ്സും അവരുടെ ചർച്ചുകളിൽ അങ്ങനെയൊരു റെയ്ഡ് നടത്തുന്നതിന് അനുകൂലമല്ല, അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള അഭിപ്രായക്കാരാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലാറ്റിനോ ചർച്ചുകളുടെ ഏരിയയിലുള്ള ഒട്ടുമുക്കാൽ ആളുകളും ട്രംപിനെ വളരെ സപ്പോർട്ട് ചെയ്തവരാണ്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ ക്രൈസിസിലേക്ക് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ നിയമമാണ്. ആ രാജ്യം അതിൻ്റെ നിയമങ്ങളെ നടപ്പാക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്തുണ്ടാകുന്ന കോൺസിക്വൻസസ് ആണ് ഈ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്താണെങ്കിലും 10 മില്യൺ, 10 ദശലക്ഷം ആളുകൾ ഡിപ്പോർട്ടേഷനെ ഫേസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത വളരെയധികം ഗ്ലോബൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.